വിചാരിക്കട്ടെ. ഇത് ശരിക്കും പറഞ്ഞ ഒരു റീടേക്ക് ആണ് കേട്ടോ ഈ വീഡിയോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഞാൻ ഈ പറയുന്ന ആശയം പറഞ്ഞു കഴിഞ്ഞപ്പം ക്യാമറയുടെ അപ്പുറത്ത് നിൽക്കുന്ന ആള് മിഞ്ചു ചേട്ടനാണ്. നിങ്ങളറിയോ ഈ പാട്ട് പാടുന്ന മിഞ്ചു ചെമ്പക്കര, ഒത്തിരി മ്യൂസിക് ഡയറക്ടറൊക്കെ ചെയ്തിട്ടുണ്ട്. മിഞ്ചേട്ടനാണ്. മിഞ്ചേട്ടൻ്റെ ഒരു അനുഭവം പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. മിഞ്ചേൻ്റെ അപ്പനുമായിട്ട് ബന്ധപ്പെട്ടാണ്. കുടുംബ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5ാമത്തെ രഹസ്യമാകുമ്പോഴേ അപ്പം വരുള്ളൂ. 5ാമത്തെ രഹസ്യം കഴിയുമ്പം. അപ്പം ഇത് അറിയാം. അപ്പം മിഞ്ചുച്ചേട്ടൻ്റെ ചെറുപ്പത്തിലൊരു വാശിയുണ്ട്, ഈ അപ്പനെ കൂടെ കൊന്തയിൽ ചടങ്ങുള്ളൂ എന്നുള്ളത്. മിഞ്ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, 5ാമത്തെ രഹസ്യം റിപ്പീറ്റ് അടിക്കും അപ്പം വന്നു കഴിയുമ്പോൾ. അപ്പം അപ്പം വന്നിട്ടാണെങ്കിലും മുട്ടൂത്തി സുറസ്നായതാവെന്ന് പറഞ്ഞാൽ അപ്പം ചെല്ലിക്കോളും. അപ്പോൾ അമ്മയും പെങ്ങന്മാരൊക്കെ നോക്കും. പക്ഷെ എനിക്കൊരു വാശിയായിരുന്നു വെച്ചാൽ അപ്പനെ കൊന്തയിലിക്കണമെന്നുള്ളത്. അപ്പം പെട്ടെന്ന് എനിക്ക് മിഞ്ചനോട് ചോദിക്കാവുന്നൊരു കാര്യമുണ്ട്. അപ്പൻ്റെ മരണം അങ്ങനെയായിരുന്നു. ശാന്തമായിരുന്നു, സാധാരണമായിരുന്നു, സൗമ്യമായിരുന്നു. അതായത് ആരെങ്കിലുമൊക്കെ ചില നഷ്ടങ്ങൾ നികത്താനുണ്ടാകുന്നിടത്ത് അപ്പുറത്തെ ആൾക്ക് കൃപയും കിട്ടും, വലിയ അനുഗ്രഹങ്ങളുണ്ടാവും, പുതിയ ആത്മീയ നവീകരണം. ഞാനത് പറയാൻ കാരണം എന്നറിയോ, പെന്തക്കോസ്ത തിരുനാളാണ്. അപ്പസ്തലപ്രവൃത്തി 1-ാമത്തെ അധ്യായം വായിക്കുമ്പം ഏക മനസ്സോടെ അമ്മയുടെ നേതൃത്വത്തിലും മറ്റൊരു നേതൃത്വത്തിലും പ്രാർത്ഥിക്കുന്ന ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. പെന്തക്കോസ്തയ്ക്ക് തൊട്ട് മുമ്പത്തല്ല ഒരു ലാസ്റ്റ് സ്റ്റെപ്പുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ ഈ ലാസ്റ്റ് സ്റ്റെപ്പ് മറക്കരുത്. അപ്പസ്തലൻ എന്താണത്? യൂദാസിന്റെ സ്ഥാനത്തേക്ക് മത്യാസിനെ കയറ്റി വയ്ക്കുകയാണ്. അവിടെ പത്രോസ് എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതം പൂർത്തിയാകാൻ വേണ്ടിയിട്ടാണ് യൂദാസ് മരിച്ചു പോയത്. പോട്ടെ, പക്ഷേ സ്തോത്ര ഗ്രന്ഥത്തിൽ സങ്കീർത്തനത്തിൽ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്, അവന്റെ സ്ഥാനം മറ്റൊരാൾ എടുക്കണം. ലൂക്ക് 24 അവസാനം നിങ്ങൾ വായിക്കണം. ഈശോ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് മോശ, പ്രവചനങ്ങൾ, സങ്കീർത്തന പുസ്തകത്തിന് തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. പത്രോസ് എഴുന്നേറ്റ് എന്ന് മോശയുടെയും പ്രവചനത്തിൻ്റെയും പൂർത്തിയെടുത്ത് പറഞ്ഞുള്ള ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ സങ്കീർത്തനത്തിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരാൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ സ്ഥാനത്ത് വേറൊന്ന് കയറ്റി വെച്ചിരിക്കണം, വേറൊരാൾ വരണം. എന്നിട്ട് ആ സ്ഥാനം നികത്തിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ ഇവർ സ്വീകരിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ആരെങ്കിലും മിസ്സാവുന്നുണ്ടോ? ശരിക്കും മിസ്സാകുന്നുണ്ടോ? പറയും എനിക്ക് ഒത്തിരി പേരെ മിസ്സാവുന്നുണ്ടോ വെച്ചാൽ, ചിലരെ ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്. അതല്ല ഈ മിസ്സിങ്. ഈ മിസ്സിങ് എന്നാ പറയുമോ, ചില അപ്പന്മാരെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ 5 മിനിറ്റ് വൈകി വന്ന് അത്രയും മനസമാധാനമായിരുന്നു. അങ്ങേര് വീട്ടിൽ നിന്ന് പോയി കിട്ടി അത്രയും സന്തോഷമായിരുന്നു. എൻ്റെ പൊന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേക്കല്ലേ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതായത് നിങ്ങൾ മിസ്സാകണം എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ബൈബിൾ അനുസരിച്ച് കൃപയ്ക്ക് തടസ്സമായി ശരിക്കും നിങ്ങൾക്ക് മിസ്സായിട്ട് നിൽക്കുന്ന ഇവരാണ്. അവരെ ഒന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. മിഞ്ചയുടെ ജീവിതം എന്താണ്? കൊന്ത കഴിഞ്ഞ് വരാൻ നിൽക്കുന്ന അപ്പനെ പിടിച്ച് കയറ്റുകയാണ് കൊന്തയിലേക്ക്. ക്ഷമിക്കാനുള്ള മേഖലകളുണ്ടാ. നിങ്ങൾ ഏതെങ്കിലും ഇടത്തിന്റെ തലവട്ടം കാണാൻ താല്പര്യമില്ല എന്ന് വെക്കുന്ന ആൾക്കാരുണ്ടോ? അവരിലാണ് കൃപ നിൽക്കുന്നത്. അതാ ലാസ്റ്റ് സ്റ്റെപ്പ്. ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിച്ചിട്ട് മിസ്സായിട്ട് നിൽക്കുന്നവരങ്ങ് ചേർത്ത് നിർത്തി അവരുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ മതി. ആ സ്ഥാനം ഒന്ന് പൂർത്തീകരിച്ച് ദൈവം ഏൽപ്പിച്ച പ്രാർത്ഥനയുടെയും പവിത്രീകരണത്തിൻ്റെയും വഴികളങ്ങ് പൂർത്തിയാക്കി കഴിയുമ്പം വരുന്ന പരിശുദ്ധാത്മാവ്. അപ്പം അങ്ങനെ നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി ക്ഷമിക്കാനുള്ളവർക്ക് ക്ഷമിച്ച് മിസ്സാവണമെന്ന് ആഗ്രഹമുള്ളവന്മാരെ നെഞ്ചിലോട് ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടി കൂടി ത്യാഗം എടുത്ത് പ്രാർത്ഥിച്ച് ചേർത്ത് വയ്ക്കുന്ന, നമ്മൾ ഈ അബോർഷൻ്റെയൊക്കെ കുമ്പസാരിപ്പിക്കാൻ ശരിക്കും കൊടുക്കേണ്ട പ്രായശ്ചിത്തം ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയെങ്കിൽ മറ്റൊരു കുഞ്ഞിൻ്റെ ജീവിതം കരിപ്പിടിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും. അതായത് ഒരു നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ തത്തുല്യമായൊരു നന്മ വളർത്തിയെടുത്തോണം എന്നുള്ളതാണ് ശരിക്കും പ്രായശ്ചിത്തം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോഴാണ് ആത്മാവിൻ്റെ പൂർണ്ണത വരത്തുള്ളൂ. അപ്പം അങ്ങനെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന, ഞാൻ മിസ്സായി ഇരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ മിസ്സാക്കാതെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, രമ്യതപ്പെടുന്ന നല്ലൊരു പെന്തക്കോസ്ത. ഗോഡ് ബ്ലെസ് യു. പൂർണ്ണതയുണ്ട്.